കാർത്തികേട്ടാ, എന്താ മൈഥിലി? ചെമ്പകമംഗലത്ത് കല്യാണം പ്രമാണിച്ച ആകെ ബഹളമാ. എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം. എന്നെ എന്റെ വീട്ടിലേക്ക് വിട്ടാ മതി. ചെമ്പകമംഗലത്ത് വലിയൊരു ഫംഗ്ഷൻ നടക്കുക. അതിന് നിന്റെ പ്രസൻസ് നിർബന്ധമായിട്ടും വേണം. അതല്ല കാർത്തികേട്ടാ, ഞാൻ എന്റെ വീട്ടിൽ നിന്നോളാം. അത് പറ്റില്ല കാർത്തിക്, പ്ലീസ്. അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഹൽദിയും കല്യാണമൊക്കെ നടക്കുമ്പോ അവിടെ എന്നോടൊപ്പം നീ ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. ദേ നോക്കിയേ, ഡെലിവറി കഴിയുന്നത് വരെ നീ നിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ചിന്തിക്കേ വേണ്ട. നിന്നെ നിന്റെ വീട്ടിലേക്ക് അയച്ചാ പിന്നെ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ച് മരിക്കും. എനിക്ക് എന്റെ പ്രിയപ്പെട്ടവളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. വാ. നാളെ ഹൽദി നടക്കുന്ന ആ ബഹളത്തിൽ നിന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെടും? എന്റെ ദൈവമേ. മിസ്റ്റർ ജയറാം, സുഖാണോ? സോറി, ആ ചോദ്യം തന്നെ അൺപാർലമെന്ററി ആണല്ലോ. ജയിലിൽ കിടക്കുന്ന ഒരാളോട് സുഖമല്ലേ എന്ന് ചോദിക്കുന്നത് തന്നെ തെറ്റ്. കരകാണ കടലിൽ കിടന്ന് ശ്വാസം മുട്ടി കൈകാലിട്ടടിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ വക്കീൽ സാറ് ജയിൽ. എനിക്കിവിടെ സുഖം തന്നെയാ. ആരും ശത്രുക്കളില്ല. എൻ്റെ മനസ്സിനെ മാറ്റി നിർത്തിയാൽ മാത്രം മതി. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ജയറാമിനോട് വളരെ സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ്. എന്താ സാർ അത്? 6 മാസക്കാലമായി താങ്കൾ വിചാരണ തടവുകാരനായി ഇതിനകത്ത് കഴിയായിരുന്നല്ലോ. അതിന്റെ ഒരു ആനുകൂല്യം തനിക്ക് കിട്ടി. എനിക്ക് മനസ്സിലായില്ല. താങ്കളുടെ അപേക്ഷ കോടതി അനുഭാവപൂർവ്വം പരിഗണിച്ചു. താങ്കൾക്ക് ജാമ്യം അനുവദിച്ചു. വക്കീൽ പറയുന്നത് നേരാണോ? നേരാണോ? നേരെ. താങ്കൾക്ക് താങ്കളുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാം. ഇന്നു തന്നെ കോർട്ട് ഓർഡർ ജയിലിലെത്തും. നാളെ രാവിലെ തന്നെ താങ്കൾക്ക് ചെമ്പകമംഗലത്തേക്ക് പോകാൻ കഴിയും. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സർ. ദൈവത്തിന്റെ മുന്നിൽ കരഞ്ഞവരെ മനുഷ്യരുടെ മുന്നിൽ കരയാൻ ദൈവം അനുവദിക്കില്ലടോ. അപ്പോൾ ഓക്കെ, കല്യാണ ദിവസം ചെമ്പകമംഗലത്ത് വെച്ച് കാണാം. എന്താ സർ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും അത്യാവശ്യമില്ലെങ്കിൽ ഇന്ദ്രജയെ ഞാൻ കാണണമെന്ന് പറയില്ലല്ലോ. അന്നത്തെ ആ നന്ദിനിയുടെ ഇഷ്യൂ കാരണം ഞാനിപ്പോൾ CMന്റെ നോട്ടപ്പുള്ളിയാ. ഒരു താക്കീത് തന്ന് നിർത്തിയിരിക്കുന്നേ ഉള്ളൂ. ഫോൺ വരെ ടാപ്പ് ചെയ്യാൻ ചാരന്മാരുണ്ട്. എന്താ സർ സീരിയസ് മാറ്റർ? കോടതി ജയറാമന് ജാമ്യം അനുവദിച്ചു. വാട്ട്? സത്യം. ജയിലിൽ എനിക്ക് ആളുകളുണ്ടല്ലോ, അവിടുന്ന് തന്നെയാ ഞാൻ ഈ വിവരം അറിഞ്ഞത്. മകളുടെ വിവാഹകാര്യം പറഞ്ഞിട്ടാ ഈ ജാമ്യം കിട്ടിയിരിക്കുന്നത്. ജാമ്യം നേടിക്കൊടുക്കാൻ ശ്രമിച്ചത് ACP കാർത്തിക. ഒരു കാരണവശാലും അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനും കല്യാണ ചടങ്ങുകൾക്ക് എത്താനും അനുവദിക്കരുത് സർ. ജയറാമിന്റെ ജാമ്യം തടയണം. അവൻ സബ് ജയിലിൽ നിന്നും പുറത്തിറങ്ങരുത്. അനുവദിച്ച ജാമ്യം സ്റ്റേ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ഏതു മാർഗം സ്വീകരിച്ചാലും വേണ്ടില്ല. എത്ര രൂപ വേണമെങ്കിലും ഞാൻ മുടക്കാം. പക്ഷേ
അവൻ അവന്റെ മകളുടെ കല്യാണ ചടങ്ങുകൾക്ക് എത്തരുത്. ആ. ഒരു വഴിയേ ഉള്ളൂ. എന്ത് വഴി? തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരു മാർഗം. ജയിലിനുള്ളിൽ വെച്ച് തന്നെ അത് നടപ്പാക്കണം. അവിടെ എനിക്ക് ആളുകളുണ്ട്. ഇവിടെയൊക്കെ ഇനി ഒളിച്ചു നിൽക്കുന്നത് വലിയ ആപത്താ. ആ ശരിയാ. എല്ലാ സ്ഥലത്തും കല്യാണ ചർച്ചകളും തിരക്കുകളും. നമ്മൾ തമ്മിൽ ഇനിയുള്ള കാഴ്ചകൾ വലിയ പാടാം. എന്താ നെക്സ്റ്റ് പ്രോഗ്രാം? ഒന്ന് വേഗം പറ. അതെ, ഇതൊരു പർദ്ദയാണ്, ഒരു കരുതൽ. ഇവിടെ നിന്ന് മുങ്ങാൻ ചിലപ്പോൾ നിനക്കിത് വേണ്ടി വരും. എങ്ങനെയാ നമ്മുടെ പരിപാടി? നാളെ ഹൽദി ചടങ്ങിന് മുമ്പ് മുത്തശ്ശി ആ പണം അച്ഛനും അമ്മയ്ക്കും കൈമാറും. നിന്റെ അച്ഛനും അമ്മയും തീവെട്ടിക്കൊള്ളക്കാരാ. അവരോട് ആ പണം വാങ്ങിക്കാൻ നീ കുറച്ച് പാടുപെടും. അതൊന്നുമില്ല, അവരെ വിറ്റ പണം എന്റേലുണ്ട്. നീ ബാക്കിയും കൂടെ കേക്ക്. ആ പണം കയ്യിലോട്ട് കിട്ടിയ ആ നിമിഷം നമുക്ക് ഇവിടുന്ന് ചാടാം. പിന്നെ സൈലന്റ് മോഡില് എപ്പോഴും നിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടാവണം. എന്റേലും ഉണ്ടാവും, നിന്റേലുണ്ടായാ മതി. എടീ, മൊബൈൽ ഫോൺ എന്റെ ഹൃദയമല്ലേ. ഹൃദയമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? പുറത്ത് കാർ ഒരുങ്ങി കിടപ്പുണ്ടാവും. പണം കിട്ടിയ ഉടനെ ഞാൻ നിനക്ക് മെസ്സേജ് തരും. നീ ഓടി കാറിനടുത്തേക്ക് വന്നേക്കണം. ശരിയടാ, ഈ പ്ലാൻ പൊളിഞ്ഞാ പിന്നെ എന്റെ മരണമായിരിക്കും. എടീ, നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കാതെ. അപ്പോ എല്ലാം പറഞ്ഞ പോലെ. അതെ, ആവശ്യം വന്നാൽ പർദ്ദ ഉപയോഗിക്കണം. ശരി. ആരാത്? ആരാന്ന്? ഈശ്വര, ഇനി പ്രേതമാണോ? എന്റെ ഒരു വല്യമ്മായി കെട്ടി തൂങ്ങി ചത്തിട്ടുണ്ട്. അവരെ അറുപോലെയായി രാത്രി കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞും കേട്ടിട്ടുണ്ട്. അയ്യോ, ഇനി അവരെങ്ങാനും ആണോ? അമ്മായി, അയ്യോ എന്റെ അമ്മയെ! മോള് ഉറങ്ങിയില്ലേ? ഇല്ല, അമ്മയെ കാണണമെന്ന് തോന്നി. മോളുടെ ടെൻഷൻ അമ്മയ്ക്ക് മനസ്സിലാവും. കല്യാണത്തിന് മുൻപ് സാധാരണ എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവുന്ന സ്വാഭാവികമായൊരു ഉത്കണ്ഠ അത്. അതൊന്നും സാരല്ലെന്നേ. മറ്റന്നാള് വൈശാഖം നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാ മോള് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക. ഒരു സ്ത്രീ ജന്മത്തിലെ 2ാം ഘട്ടം. മറ്റന്നാൾ മുതൽ നീ സീമന്തിനിയാ.
ഞാൻ തൽക്കാലം സീമന്തിനൊന്നും ആവുന്നില്ല. ആ സത്യം എൻ്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. പാവം, എൻ്റെ അമ്മയോട് കള്ളത്തിലൊന്നും പറയാൻ തോന്നുന്നില്ല. ഉള്ള സത്യങ്ങള് അമ്മയോട് വെട്ടിത്തുറന്ന് പറഞ്ഞാലോ? കല്യാണം കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ നിന്റെ ഭർത്താവാണ്. ഒരു മനസ്സും രണ്ട് ശരീരവുമായ പിന്നീട് നിങ്ങൾ ജീവിക്കേണ്ടത്. സ്നേഹിച്ച് ജീവിക്കുക. സ്നേഹം കൊണ്ട് കീഴടക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പരാജയപ്പെട്ടു പോയ ഒരു ജീവിതത്തിലെ നായികയാണ് ഞാൻ. അത് എന്നെ താലി കെട്ടിയവന്റെയോ എന്റെയോ കുറ്റം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പ്രസവിക്കില്ലെന്ന് ഒരു ഡോക്ടർമാരും തീർത്ത് പറഞ്ഞിട്ടുമില്ല. എന്റെ ഭർത്താവ് സ്നേഹം കൊണ്ട് എന്നെ തോൽപ്പിച്ചു. വളരെ നല്ലവനായ ഒരു മനുഷ്യനായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റിയെന്ന് ചോദിച്ച എനിക്ക് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. നീ. എന്റെ മീനാക്ഷിയെ എനിക്ക് മകളായി തരണമെന്ന് ദൈവത്തിന്റെ തിരക്കഥയിൽ എന്നെ എഴുതിയതാ അമ്മേ. മനുഷ്യരെഴുതിയ കഥകൾ അവർ തന്നെ തിരുത്തും പോലെ ദൈവം തന്റെ മക്കളായ മനുഷ്യരുടെ കഥ തിരുത്തുവോ? അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക. രണ്ട് സ്വഭാവക്കാരായതുകൊണ്ട് ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്ത് പിണക്കമുണ്ടായാലും ആരെങ്കിലും ഒരാളെ ക്ഷമിക്കാൻ തയ്യാറാവണം. വൈശാഖ് ക്ഷമിച്ചില്ലെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ചേക്കണം. നാളെ മഞ്ഞൾ കല്യാണോ? ഇന്ന് ഞാൻ സത്യം അമ്മയോട് പറഞ്ഞ വേണ്ട, അവനവൻ്റെ കാമുകിയുമായിട്ട് മുങ്ങുമല്ലോ. അതോടെ പ്രശ്നവും തീരും. അത് മതി. ജീവിതാന്ത്യം വരെ കൂടെ ഉണ്ടാവുന്നത് ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയോ. ഇടയ്ക്കുള്ള ജീവിതത്തിലേക്ക് വിരുന്ന് വരുന്നവരാ മക്കൾ. ഇപ്പൊ മീനാക്ഷി ഞങ്ങളെ വിട്ട് ഭർത്താവിനൊപ്പം ചേരുന്ന പോലെ അവരും പോവും. എന്നുവെച്ച് മക്കളെ വെറുക്കണമെന്നോ മറക്കണമെന്നോ അല്ല അതിനർത്ഥം. നിന്റെ ജീവിതത്തിലെ നിന്റെ കാണപ്പെട്ട ദൈവം നിന്റെ ഭർത്താവ് തന്നെയാണ്. എനിക്ക് എന്റെ കാണപ്പെട്ട ദൈവം എന്റെ ഈ അമ്മ തന്നെയാ. മോളെ, എനിക്കിപ്പോഴും ഒരു സങ്കടമേ ഉള്ളൂ അമ്മ. അമ്മയോടിങ്ങനെ നുണ പറയേണ്ടി വരുന്നതിന്. സഹായിക്കാമെന്ന് ഏറ്റുപോയി വാക്ക് തിരുത്തുന്നത് വലിയ തെറ്റാണെന്നും തോന്നി. അതുകൊണ്ട് അമ്മ ക്ഷമിക്കുക. എന്റെ മോള് വിഷമിക്കരുത്. നീ നല്ലവളാ. ദൈവം നിനക്ക് നല്ലതേ വരുത്തൂ. എന്താ അവന്റെ പേര്? ചാക്ക റഹീം. ഞാൻ കേട്ടിട്ടുണ്ട്. പക്ക ക്രിമിനൽ ആണല്ലേ? ക്രിമിനലോ? കൈവെട്ട് റഹീം എന്നാ അവൻ അറിയപ്പെടുന്നത്. കൈവെട്ടിയെടുത്ത് വാഴപ്പിണ്ടി അരിയും പോലെ തുണ്ടം തുണ്ടായിട്ട് അരിഞ്ഞു മാറ്റും. എല്ലാം കൂടെ 30ഓളം ക്രിമിനൽ കേസ് അവന്റെ പേരിലുണ്ട്. എന്നാൽ ഇക്കാര്യം നമുക്ക് അവനെ ഏൽപ്പിക്കാം. ഒരു കാരണവശാലും സൂപ്രണ്ട് അറിയരുത്. അറിഞ്ഞാ സൂപ്രണ്ട് സാർ സമ്മതിക്കില്ല. ശിവപ്രസാദ് ബുദ്ധിപൂർവ്വം ഇത് കൈകാര്യം ചെയ്യണം. തനിക്കുള്ള ഷെയർ തന്റെ അക്കൗണ്ടിൽ കൃത്യമായി എത്തും. താങ്ക് യു സർ. റഹീം അല്ലേ? അതെ. ഐ ജി അദ്ദേഹത്തിന് നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. പറയൂ സാർ. എന്നെ കൊണ്ട് എന്ത് സഹായം സാറിന് വേണ്ടത്? അകത്താണോ പുറത്താണോ? അകത്ത്. കൈയെടുക്കണോ? കൈയൊന്നും വേണ്ട, കൈകാര്യം ചെയ്താൽ മതി.
ആരാ കക്ഷി? ജയറാം. അത് ഞാൻ ഏറ്റു സർ. അവന്റെ ജാമ്യം കോടതി റദ്ദാക്കിയ പോരെ. അവനുള്ള പണി ഞാൻ ഇതിനകത്തിട്ട് കൊടുത്തോളാം. റഹീമിന് വേണ്ടത് ഞാനും തന്നോളാം. ശരി സർ. എന്തായി സർ? എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. സംഗതി സക്സസ്. അവൻ ആ കല്യാണത്തിന് പങ്കെടുക്കാൻ പാടില്ല. തൽക്കാലം എനിക്കത് മതി. ജാമ്യം കോടതി റദ്ദാക്കിയാൽ പിന്നെ അവൻ ഏത് കല്യാണത്തിൽ പങ്കെടുക്കാനാ? താങ്ക് യു സർ. അപ്പോ നേരിൽ കാണാം. കല്യാണ നടത്തിപ്പിന്റെ അമരക്കാരൻ എന്റെ ആങ്ങള വന്നിട്ടുണ്ടല്ലോ. അതെന്താ സാവിത്രി ചേച്ചി, കല്യാണം കെട്ടുളത്തിലാണോ എന്നെ അമരക്കാരനാക്കി മാറ്റാൻ? അതല്ല, നീയാണല്ലോ ഭാവിയിലെ ഇവിടുത്തെ തറവാട്ടുകാരനവര്. ഊതല്ലേ, ചേച്ചിക്കിന്ന് വേറെ ആരും കിട്ടിയില്ലേ വഴക്കുണ്ടാക്കാൻ? ഒരു കാര്യം ചെയ്യാം, ഞാൻ രാമേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞോടാം. അല്ലടി മാലതി? അതെ, ഇവന് ചട്ടിയും കലവും കൂടി അങ്ങ് തട്ടിയും മുട്ടിയും പോയിക്കോളൂ. മാലതി, എന്താ ജഗദീഷേട്ടാ? അല്ല, മഹാ അവതാരങ്ങളായ നിന്റെ മാതാപിതാക്കൾ വന്നില്ലേ? ഉന്മാദപ്പണിക്കരും താരകപ്പണിക്കരും. മാരകപ്പണിക്കരല്ല, താരകപ്പണിക്കര്. ആ, എന്ത് പണിക്കന്മാരാണെങ്കിലും ഈ കല്യാണം കഴിയുമ്പോ എന്റെ കയ്യിൽ നിന്ന് ചിലപ്പോ കൊണ്ടേ പോകും. നീ ജഗദീഷേട്ടാ, ചടങ്ങ് തുടങ്ങാറായില്ലേ? സമയമേ. ആ, സാവിത്രിയും മാലതയും കൂടി പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവാ. ശരി. നന്ദിനി എവിടെ? ഇന്നും അടുക്കളയിൽ കിടന്ന് നിരങ്ങാനാണോ നിന്റെ ഉദ്ദേശം? എന്റെ മോളെ, നീ കല്യാണപ്പെണ്ണിന്റെ അമ്മയാ. ആ പ്രൗഢിയൊക്കെ നിനക്കുണ്ടാവണം. മനസ്സിലായോ? മാലതി, നമുക്ക് വിളിച്ചോണ്ടുവരാം. ഇവര് മീനാക്ഷിയുടെ കൂട്ടുകാരികളല്ലേ? അതെ, അവളെവിടെ? മീനാക്ഷി വിളിക്കാൻ പോയിരിക്കുക. ചടങ്ങുകൾ നടക്കാനുള്ള സമയമായില്ലേ? നിങ്ങളോട് ചെല്ല്, തോഴിമാരോടൊപ്പം വരട്ടെ കല്യാണ പെണ്ണ്. മൈലാഞ്ചി കല്യാണം അടിപൊളിയാക്കണം. പോയിട്ടോ. രാമേട്ട,
എന്താളിയാ? ദേ വരുന്നുണ്ട് 2 ഭീകര ജീവികൾ. എൻ്റെ ഫാദറിലെയും മദറിലെയും ഈനാമ്പേച്ചിയും മരപ്പട്ടിയും. ചുമക്കേണ്ട ഭാരങ്ങളൊക്കെ ചുമക്കാതെ പറ്റുള്ളൂ. എന്തായാലും രണ്ടും വരട്ടെ.